കിച്ചു കിച്ചു ഞാൻ ഇറങ്ങുവാണേ. ഒരു മിനിറ്റ് ലഞ്ച് ബോക്സ് എടുക്കാൻ മറന്നുപോയി. ഇത് കണ്ടോ, ഫ്ലീറ്റ് ഒക്കെ എങ്ങനെയാണോ ഇടുന്നത്? ഒരു കാര്യം, എന്റെ ഒരു ശ്രദ്ധ ഇല്ലെങ്കിൽ മൊത്തം കുളമാവും. ഇനി എന്റെ മോള് എന്ന് സാരി കൊടുത്തോണ്ട് ഇറങ്ങിയാൽ എന്താണെന്നറിയോ, എനിക്ക് എപ്പോഴും ഇങ്ങനെ ഫ്ലീറ്റ് പിടിച്ചു തരാൻ പറ്റുമല്ലോ. അമ്പോറ്റി. അയ്യോ കിച്ചു, രാവിലെ എഴുന്നേറ്റ് ജോലിയെല്ലാം ചെയ്ത് നടു ഒടിഞ്ഞ് മുറ്റം അടിക്കാൻ മറന്നുപോയി. ഈ ജോലിയൊക്കെ ഞാനല്ലേ ലച്ചൂടെ ചെയ്യണത്? അതല്ലേ ഞാൻ പറഞ്ഞത്, കിച്ചു എല്ലാ ജോലിയും ചെയ്യുമ്പോ മുറ്റടിക്കാൻ മറക്കാവോ? മറക്കാണ്ട് ചെയ്യണം കേട്ടോ. ഞാൻ ഇറങ്ങട്ടെ. കിട്ടിയില്ല. അയ്യോ ഞാൻ മറന്ന്. ഇനി ഇത് കിട്ടിയില്ലെന്ന് ഓർത്ത് അടിക്കാണ്ടിരിക്കണ്ട, വേഗം അടിച്ചത് കേട്ടോ. ഇവിടെ ആണുങ്ങൾ ആരുമില്ലേ? ലച്ചു എന്തോ ചോദിക്കുന്നു. കിച്ചുനോട് അച്ഛൻ എന്താണ്? ആണുങ്ങൾ ആരുമില്ലെന്ന് ചോദിച്ചാ എനിക്കെന്താ കണ്ണ് കണ്ടൂടെ? മരം പോലെ ഒരുത്ത നിക്കുന്ന കണ്ടില്ലേ? മരം പോലെ എന്നിട്ട് കാര്യമില്ല, കാറ്റ് വരുമ്പോ ചെറുതായിട്ടൊന്ന് ആടണം. വീട്ടിൽ കയറുന്ന തോന്നിവാസം പറയരുത്. താൻ എന്തിനാ ഇവിടെ വന്നേ? അതെ, എന്റെ പേര് പൂക്കോയ. താൻ പൂക്കോ കായ്ക്കോ തളിർക്കോ എന്ത് വെള്ളം ചെയ്തു? ഇവിടെ വന്ന് എന്തിനാന്ന് ചോദിച്ചത്? ഇവിടെ വന്നതെന്ന് വെച്ചാൽ ഈ മരിച്ചുപോയ ഗുസ്തിക്കാരൻ കൗസ്തുഭന്റെ മകൻ ഗുമസ്തന്റെ വീട് ഇവിടെ അടുത്താണോ? എന്റെ ദൈവം, ഇവൻ നാക്ക് ചുളുക്കി ചാകാനായിട്ട് വന്നേക്കണം. എടാ ഇറക്കാം, ഇതൊക്കെ പറഞ്ഞിട്ട് ഇവിടെ തലയിറങ്ങി വീട് കഴിഞ്ഞാലേ ഞാൻ കൊണ്ടുപോകത്തില്ല ആശുപത്രി കേട്ടോ. അല്ല, ഈ ഗുമസ്തന്റെ വീട് ഇവിടെ അടുത്താണോ? ഗുമസ്തന്റെ വീട് ഇതാണ്. എന്താ ഗുമസ്തനായിട്ടുള്ള സെറ്റപ്പ്? അതായത് എനിക്ക് ഈ മരത്തിന്റെ ഒക്കെ ബിസിനസ് ആണ്, തടിയുടെ ബിസിനസ് ആണ്. അപ്പൊ ഞാനും ഗുമസ്തനും തമ്മിൽ ചെറിയൊരു മരബന്ധമുണ്ട്. മരബന്ധം എന്ന് തന്നെയല്ലേ പറഞ്ഞു? അക്ഷരമൊന്നും മാറിയിട്ടില്ല. അല്ല, നിന്റെ സൈസ് കണ്ടോണ്ട് ചോദിച്ചതാ. ഇവിടെ മരം മുറിക്കാനുണ്ടെന്ന് പറഞ്ഞു. ഗുമസ്തന്റെ മരമാണോ? ഗുമസ്തന്റെ മരാണെങ്കിൽ ഈ മരമാണ്. ഈ മരം മുറിക്കാനാണ് താൻ ഇങ്ങോട്ട് വന്നെങ്കിൽ ഈ മരം മുറിക്കുമ്പോ ഇതിന്ന് ഒരു ഇലയോ പൂവോ കായോ എന്റെ പറമ്പിൽ വീണ, ഞങ്ങളുടെ പറമ്പിൽ വീണ എന്റെ തനി സ്വഭാവം താൻ കാണും. ഈ മരം മുറിക്കുമ്പോ ഇതിനകത്തൊന്നും ഒരു പൂവോ കായോ ഇലയോ ഞങ്ങളുടെ പറമ്പിൽ വീണ വെട്ടിക്കളയും ഞാൻ. എന്താ ഏട്ടാ? നമ്മുടെ മോന് ചിക്കൻ കുബൂസ് നെയ്യാലും മതിയോ നോക്കിയേ. നിങ്ങളുടെ ഒരു ചിക്കൻ കുബൂസ് കാരണം ചെക്കൻ കക്കൂസിന്ന് ഇറങ്ങിയിട്ടില്ല. എന്റെ ആയുസിന്റെ ബലം കൊണ്ടാ ഞാൻ ഇവിടെ നിക്കണത്. അല്ല, ഗുമസ്തൻ? അതെ, ഞാനാണ് ഗുമസ്തൻ. നമസ്തേ ഗുമസ്ത. ഗുമസ്തേ നമസ്ത. മാമുക്കോയ. മാമുക്കോയല്ല, പൂക്കോയ. ഏതായാലും ഒരു കോയ ഉണ്ടല്ലോ. പിന്നെ 6 മാസത്തിനകം വരാമെന്ന് പറഞ്ഞ് നമ്മൾ ഫോണിൽ കൂടെ മാത്രമേ ബന്ധപ്പെട്ടുള്ളൂ. ഇപ്പോഴാണ് നേരിട്ട് കാണുന്നത്. നേരിട്ട് കാണാൻ പറ്റില്ല. എന്താണ് കാര്യവും തീരുമാനങ്ങളൊക്കെ? എല്ലാ സെറ്റപ്പ് ഓക്കെയാണ്. പിന്നെ ചേട്ടൻ ഭയങ്കര പാചകക്കാരനാണല്ലേ? നളനല്ലേ നളൻ. നള പാചകമാണ് ഞാൻ. ഇടയ്ക്കവനൊന്ന് ദമയന്തിയാകും. അവളെ പോലുള്ള ഒരു വീട്ടിലുള്ളപ്പോഴേ കക്കൂസ് കഴുകാനും പാത്രം കഴുകാനും മീൻ പെട്ടാനും എന്തിനും മിറ്റം വരെ ഇവൻ തുടയ്ക്കും. അത് ഞാൻ വന്നപ്പോ കണ്ടായിരുന്നു. അതെല്ലേ? എടി ഉണ്ടമ്പരിക്ക കൈയും കാലും വെച്ചവളെ, എന്റെ സ്വഭാവം നിനക്ക് അറിയത്തില്ല കേട്ടോ. നീ എന്റെ ശോഭ എന്തുവാ പറഞ്ഞത്? ഉണ്ടമ്പരിക്ക് കൈയും കാലും വെച്ചു വന്നു. അവള് കുമ്പളങ്ങിക്ക് കൈയും കാലും വെച്ച പോലെയല്ലേ നിൽക്കുന്നത്? ഈ കച്ചറ ഫാമിലിയായിട്ട് നമുക്ക് ഒരു സഹകരണം വേണ്ട. അപ്പൊ നീ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പഠിച്ചൊരു കുട്ടിയാണ്. നമ്മൾ നമ്മുടേതായ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് വേണം എപ്പോഴും മുന്നോട്ട് പോകാൻ. നീ കച്ചറകളുമായിട്ട് എന്തിനാണ് സംസാരിക്കുന്നത്? ഏത് യൂണിവേഴ്സിറ്റി പഠിച്ചാലടാ സംസ്കാരം വേണ്ടേ? സംസ്കാരം. കണ്ണഞ്ചര പൈപ്പിൻ ചോടിന്റെ മുന്നിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി അമ്പേ പരാജയപ്പെട്ടു പോയി. ഈ മരം വെട്ടാനായിട്ട് 6 മാസമായിട്ട് തന്നെ ഒരാളെ കൊണ്ടുവരാന്ന് പറഞ്ഞല്ലോ. ഇപ്പോഴെങ്ങനെ ഈ മരം വെട്ടാൻ ഒരാളെ കിട്ടിയോ? എന്റെ പൊന്നി കേട്ടോ, 6 മാസമായിട്ട് ഞാൻ ആളെ തപ്പി നടക്കോണ്. ആളെ കിട്ടണ്ടേ? ആളെ കിട്ടിയോ? ഇപ്പൊ കിട്ടിയോ? ഒരാളെ കിട്ടിയിട്ടുണ്ട്. ആരാ അത്? അയാളെ കുറിച്ച് ഒരു ഇൻട്രൊഡ്യൂസിങ് തരാം. മരത്തിന്റെ ഗന്ധം അറിയുന്നവൻ. അപ്പൊ വേട്ടപ്പട്ടിയാണോ? ഒന്നും മിണ്ടാണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. മരത്തിൽ നിന്ന് ചില്ലയിലേക്ക് ചാടിക്കയറുന്നവൻ. ഞാനൊരു കണക്കിന് പഠിച്ചു വെച്ചോണ്ട് തെറ്റിക്കല്ലേ. മരത്തിന്റെ ചൂടും ചൂര് പറയുന്നവൻ. ആരാണ് അയാൾ? ഐ സെൽഫ് ഇൻട്രൊഡ്യൂസിംഗ് തടിവെട്ട് മോഹനൻ. എടുത്തോട് ഒറ്റപ്പിടി ഒറ്റക്കേറ്റ അമ്മച്ചിയാണ് മോഹനം കള്ളം പറയത്തില്ല. പറഞ്ഞ കാര്യം എന്തായി? എല്ലാ സെറ്റപ്പ് ഓക്കെയാണ്, ഒരു കുഴപ്പമില്ല. ഹലോ,
യെസ്. കമോൺ. എന്തോ മരം വെട്ടിക്കൊണ്ടു പോകാൻ വന്നതായിരിക്കും. ഇത് മരമല്ലേ, അല്ലാതെ മണവാട്ടിയൊന്നുമല്ലോ വിളിച്ചിറക്കിക്കൊണ്ട് പോവാൻ. ഇത് മരം വെട്ടിയാലേ പറ്റൂ. വെട്ടണോ വേണ്ടത് ഞാൻ തീരുമാനിക്കും. പറയണേ മോഹന, ആ 6 മാസമായി. കണ്ടു കഴിഞ്ഞാൽ 10 മാസമാണെന്നേ പറയൂ. ചെക്കപ്പ് കഴിഞ്ഞായിരുന്ന ഒരു ആണിന് ആദ്യമായിട്ട് എങ്ങനെ ഒരു സംഭവം? അതെല്ലാം 6 മാസമായി ഈ മരം വെട്ടാന്ന് പറഞ്ഞു എന്റെ അഡ്വാൻസ് മേടിച്ചോണ്ട് പോയി. ഇന്നെങ്കിലും ഈ മരം വെട്ടുവാന്ന്. എല്ലാം ഓക്കെയാണ്. ഹലോ 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 ഹലോ, ഒരു മിനിറ്റ് നോക്ക്. എന്താ ഇത് വെട്ടുമ്പോ ഇതിനകത്ത് പൂവോ കായോ ഇലയോ എന്റെ പറമ്പിൽ വീണാൽ തിന്ന് കളയും ഞാൻ. ബെർമൂഡ ഇട്ട ആടാണോ പുള്ളി? ഈ ഇലയൊക്കെ തിന്നാൻ വേണ്ടിട്ട് എടുത്തോട് ഒറ്റപ്പിടി ഒറ്റ കയറ്റ. അമ്മച്ചാണ് മോഹനം കള്ളം പറയത്തില്ല. എന്താ മരം വെട്ട്? ഹലോ ഹലോ, വെട്ടുന്നത് കൊള്ളാം. ഞാൻ പറഞ്ഞു പൂവോ കായോ ഇലയോ. ഓക്കെ, അങ്ങനെ തന്നെ വെട്ടാം. വേറെ വർത്താനങ്ങളൊന്നുമില്ല. നമ്മുടെ മരം എന്ന് പറഞ്ഞാൽ ഇതേ ഇതാണ്. കിണ്ണം കാച്ചി ഉരുപ്പടി തന്നെ. അല്ല, ഞാൻ അല്ല മരത്തിന്റെ കാര്യം പറയായിരുന്നു. അപ്പം മരം ഒന്ന് ചുറ്റിക്കാണാ അല്ലേ? പുള്ളി ഇങ്ങനെ സംസാരിക്കണമെന്ന് ഇങ്ങനെ സംസാരിക്കുന്നത് ഇങ്ങനെ ഈ ഞാൻ ഉമ്മറുടെ ശബ്ദത്തിൽ പറഞ്ഞാൽ ഇവക്ക് ഒരു ഭയം ഉണ്ടാവുള്ളൂ. ഉമ്മർ വില്ലന്നറിനാണല്ലോ, അല്ലെങ്കിൽ അവളെന്നെ വെറും ഇന്നസെന്റ് ആയിട്ട് കാണും. എന്തായാലും ഭർത്താക്കന്മാർക്ക് അതൊരു ടിപ്സാ. കാര്യം നടക്കേണ്ട കാര്യം. അപ്പൊ മരത്തിന്റെ ചുറ്റി കണ്ടോ? അല്ല സംഭവം ചുറ്റി കണ്ടോ? ഇല്ല, അവൻ മരം മുറിക്കുന്ന പോലെ തന്നെ മുറിക്കും. അപ്പൊ നമുക്ക് മരം മറിക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. ഓക്കെ, നല്ല മരമാണ് കേട്ടോ. പിന്നെ മരം മുറിക്കുന്നതിന് മുമ്പ് മരത്തിനോട് അനുവാദം ചോദിക്കണം. മരത്തിനോട് അനുവാദം ചോദിക്കണം. എന്നാ ചോദിച്ചിട്ട് വെട്ടങ്ങോട്ട്. അല്ല, ഞാനിത് ഗുരുമുഖത്തുനിന്ന് പഠിച്ചാണേ. ഗുരുമുഖത്തുനിന്ന് പഠിച്ചതാണ്. തുറമുഖത്തുനിന്നല്ല, ഗുരുമുഖത്തുനിന്നേ. ഗുരുവിന്റെ മുഖത്ത് ആഞ്ഞിൽ വെട്ടിയിട്ടാണോ? അല്ല, പുള്ളി പറഞ്ഞെന്ന് പഠിച്ചാണ്. അപ്പൊ സംഭവം ഉണ്ട്. ഈ മരം വെട്ടുന്നതിന് മുമ്പ് ഇതിന്റെ അനുവാദം ചോദിക്കണം. ചോദിക്കേ. വൃക്ഷമേ, നിന്നെ ഞാൻ വെട്ടിക്കോട്ടെ. മോഹന, ഇതെന്നതാടാ സിംബോളിക് നാടകം? അല്ല, ഞാൻ പറഞ്ഞു വന്നത് പറയണ്ടേ. വൃക്ഷമേ, ഞാൻ നിന്നെ കടക്കൽ വെച്ച് വെട്ടിക്കോട്ടെ. കടക്കിൽ വെച്ചതായതുകൊണ്ട് നല്ലതാ. ആളില്ല, നിലമേലായിരുന്ന ഭയങ്കര തിരക്കാണ്. ഞാൻ കളഞ്ഞിട്ട് പോകും. മോഹൻ അത് കളയിൽ എങ്ങനെയെങ്കിലും വെട്ടാനുള്ള പരിപാടി നോക്ക്. അല്ല, ഇതേ ഈ മരം കരയുന്നുണ്ട് കേട്ടോ. മരം കരയുന്നുണ്ട്. എങ്ങനെ മനസ്സിലായി? അല്ല, 2 തുള്ളി കണ്ണീരിങ്ങനെ. ഇത് മരം കരഞ്ഞല്ല, പിന്നെ അതിന്റെ മേളിൽ ഇരുന്ന കാക്ക കരഞ്ഞിട്ട് കാഷ്ടിച്ചതാ. മുഖത്തുനിന്ന കിച്ചടി തൂത്തുകളാ. പോട്ടെ. പിന്നെ മരം വെട്ടം നടക്കത്തില്ല. കാര്യം എന്താ? മരം മുറിക്കൊക്കെ നടക്കത്തില്ല. അതിന്റെ കാര്യം ഇത് വെച്ചാരാധനയുള്ള മരം. ഏത്? നോക്ക്, കമത്തോട് വിളക്കും. എന്റെ മോഹനത് ഈ വീടിന്റെ പണി കിടന്നപ്പോ ഒരു ഓട് വീണുങ്ങൾ കമന്ന് കിടക്കുന്നതാ. ഇതൊന്നും അല്ല, ഇവിടെ ഒരു വെച്ചാരാധന ഒന്നും ഇല്ല. പിന്നെ ഇവിടെ ഒരു മുത്തശ്ശന്റെ മസ്തിത്തറിയാന്ന് പറഞ്ഞ് വിളക്ക് കത്തിക്കുന്നുണ്ട്. അങ്ങനെ മാത്രം ഒരു പ്രശ്നം. കുടുംബമാണോ? മുത്തശ്ശിയുടെ കുടുംബം. മുത്തശ്ശിമാരെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടം. എവിടെ ചെന്നാലും നമുക്ക് മുത്തശ്ശിമാരോട് പ്രത്യേക സ്നേഹം. ആണല്ലേ? എന്നാ ഈ മുത്തശ്ശി വരുന്നതിന് ഈ മരം അങ്ങ് വെട്ടി മുറിക്കണം. കറക്റ്റ് ദേവരാഗത്തിലെ മുതുക്ക് ശ്രീദേവി. അല്ലേ? എന്റെ കുസ്തിക്കാരൻ കൗസ്തുഭ. കാത്തോരനല്ല, കൊഞ്ചിയമ്പന്തി. ആരാടാ അത്? അല്ല, ഞാൻ മരം വെട്ടിയാണേ. മരം കൊത്തിയോ? അല്ല, മരം വെട്ടിയാണേ. സുഖമായിട്ടിരിക്കുന്നോടാക്കളെ. എടാ, ഞാൻ കുറെ നാളത്തെ സംശയം മക്കളെ. ഈ മരം വെട്ടിയുടെ പണ്ട് ആരാണ്ട് മരം വെട്ടിയപ്പോഴേ ഈ കോടാലി നിറച്ച് വെള്ളത്തിൽ പോയപ്പോ സ്വർണ്ണ കോടാലി നിന്റെ കാണോടാ കിട്ടിയേ? അല്ലല്ല, അത് നമ്മുടെ മുത്തച്ഛന്മാരിൽ ഒരാൾക്കാ കിട്ടിയേ. ആ സ്വർണ്ണ കോടാലി നിനക്ക് വല്ലതും തന്നായിരുന്നു അവര്? ആ സ്വർണ്ണ കോടാലിയെ പിടിവെച്ചേ മുതുകത്തൊരു അടി തന്നായിരുന്നു മുത്തച്ഛൻ. കേട്ടവനെ. അല്ല, ഞാൻ പറഞ്ഞതാ. ഈ മരം വെട്ടാനുള്ള കാര്യങ്ങൾ നോക്കാം. പിന്നെ നിനക്ക് ഈ മരം വെട്ട് ദിവസേന ഉണ്ടോടാക്കളെ? അല്ല മുത്തശ്ശി, അങ്ങനെ ദിവസേന എനിക്ക് പണിക്ക് പോകാൻ പറ്റത്തില്ലേ. ചെറിയൊരു അസുഖമുണ്ടേ. മൂത്രത്തിൽ കല്ലാണേ. അത് സൂക്ഷിക്കണം കേട്ടോ. സൂക്ഷിക്കണോന്ന് പറഞ്ഞത്. മൂത്രത്തിൽ കല്ലല്ലേ, അല്ലാതെ വൈഡൂര്യൊന്നും അല്ല സൂക്ഷിച്ചു വെക്കാൻ. അല്ല, ഞാൻ പറഞ്ഞതാ. അല്ല, നീ ഇവിടെ എന്തിനു വന്നെന്നാ പറഞ്ഞത്? അല്ല, മരം മുറിക്കാൻ. ഈ മരം മുറിക്കാൻ മുത്തശ്ശി. എന്റെ കൗസ്തുവനെ കൊണ്ടുപോകല്ലേ? എന്റെ കൗസ്തുവനെ കൊണ്ടുപോകല്ലേ? എന്റെ കൗസ്തുവന്റെ അത്തിത്തനെ കൊണ്ടുപോകല്ലേ? ഈ അടയ്ക്കാമരത്തിൽ കൊക്കിരിക്കുന്ന ഇവരിരുന്ന് കഴിഞ്ഞാൽ നടക്കത്തില്ല. മുത്തശ്ശി മാറ്റി എന്തെങ്കിലും പറഞ്ഞു മാറ്റി. വടക്കം പകല കൂട്ടിന്ന് മുറിക്കായിരുന്നോ? എന്റെ കൗസ്തുവനെ കൊണ്ടുപോകല്ലേ? കൗസ്തുവൻ നീ ഒന്നേ വടക്കം പകല കൂട്ടിന്ന് മുറിക്കോ? മുറുക്കാൻ എന്തിയാടാ? മുറുക്കാനാ. മുറുക്ക് കേട്ടോ, നല്ല വടക്കം പോലെയൊക്കെ ഉണ്ട് കേട്ടോ. മുറുക്ക് കുറെ നാളായില്ലേ എവിടെയെങ്കിലും കിടന്നു. എന്റെ അടുത്തുള്ള സ്നേഹവും കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം നിങ്ങളെ. എന്നാലും ഭർത്താവിന്റെ മരം മുറിക്കുന്നതൊക്കെ വിഷമം.
തളിർവെറ്റിലാന്നോടാ. ആഹാ. ഓ ധ്രുവത്തിലെ ഗൗതമി തളർവറ്റില്ല. ഇതെന്തേ കാണിക്കുന്നത്? വെറ്റയുടെ വെയിൻ മുറിക്കുക. വെറ്റയുടെ വെയിൻ മുറിക്കുക. ഈ മുറുക്കാനൊക്കെ മുറുക്കുമ്പോ അതിൻ്റെതായ ആ ഉണ്ട്. മുറുക്കുന്നു നമ്മൾ ഈ വെറ്റയുടെ തുമ്പ് ആ വെപ്പിച്ച് ആ ഇട്ടിട്ട് ആ. അമ്മേ! അയ്യോ! വാക്ക് ചുരുക്കിയതാടാ പുള്ളിയെ. ഉള്ളം കയ്യിരുന്ന് പാക്ക് ചുരുക്കും. അങ്ങനെ ചുരുക്കും. ഹലോ, മരം വെട്ടുന്നത് കൊള്ളാം. ഞാൻ പറഞ്ഞു പൂവോ കായോ ഇലയോ എന്റെ പറമ്പിൽ വീഴാൻ പാടില്ല. മരം വെട്ടുമ്പോൾ അത് വീഴാൻ പാടില്ല. മുത്തശ്ശി പോയപ്പോ ഇവരിത് എന്തോന്നില്ല ഓഹനാ ഇത് മുറിക്കണ്ടേ? ഇപ്പൊ ഒരു ഗ്യാപ്പാണ്. ഈ ഗ്യാപ്പിൽ നമ്മൾ മുറിക്കും. അപ്പൊ എല്ലാവരുടെ കൂടെ നിന്നോളണം. അല്ല ഇവൻ സമ്മതിക്കുന്നില്ലെന്ന് മരം മുറിക്കാൻ. എന്റെ കുസ്തിക്കാരനെ കൊണ്ടുപോകല്ലേ? എന്റെ കുസ്തിക്കാരനെ കൊണ്ടുപോകല്ലേ? എന്റെ കുസ്തിക്കാരന്റെ മരം മുറിച്ചോണ്ട് പോവല്ലോ. പിച്ചിങ്ങി വന്ന് ഞാനൊരു കാര്യം പറയാം. നീ ഇങ്ങനെ എന്റെ അടുത്ത് പറഞ്ഞ് ഈ ഇത് കാണിക്കണം. അല്ല ഞാനൊരു കാര്യം പറയാം. നീ വിചാരിച്ചാൽ ഈ മരം വെട്ടാൻ പറ്റുള്ളൂ. ഈ മരമാണ് ഇപ്പൊ നമുക്ക് രണ്ടുപേർക്കും നമ്മുടെ ഇടയിൽ ബഹളം ഉണ്ടാക്കുന്നത്. ഈ മരം മുറിച്ചു ഞാൻ പ്രശ്നം തീർക്കുമല്ലോ. 1,00,000 രൂപ മരം വെട്ടുന്ന ആളെ നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു 50,000 രൂപ നിനക്ക് ഞാൻ തരാം. 50,000 രൂപ. 50,000 രൂപ തന്നാൽ കായും പോയൊന്നും വീഴുന്ന പ്രശ്നമില്ലല്ലോ. നീ മുത്തശ്ശി പറഞ്ഞ് മനസ്സിലാക്കി മുത്തശ്ശി ഒന്ന് അകത്തോട്ട് കൊണ്ടുപോകണം. നീ പറഞ്ഞാൽ മുത്തശ്ശി കേൾക്കും. നീ പറഞ്ഞ് മനസ്സിലാക്കി ശ്രമിച്ചു നോക്കാം. കൗസ്തുഭാ. ഉറക്കെ പറഞ്ഞ കേൾവിയുടെ കുറവുള്ളതല്ലേ. മുത്തച്ഛേ, ഓ, ആരാടാ ഇത്? ഞാൻ അപ്പുറത്തെ വീട്ടിലെ കിച്ചു. പെങ്കോന്തൻ. അതെ, ഞാൻ പറഞ്ഞത് എന്നാന്നറിയാവോ? നമ്മുടെ മുത്തച്ഛന്റെ അസ്ഥിത്തറയല്ലേ ഇവിടെ ഇരിക്കുന്നത്. ആ മരം നമ്മൾ വെട്ടാൻ സമ്മതിക്കരുത്. 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 എന്റെ ജഡം കൊണ്ടേ പോത്തോള്ള. ഇവന്മാരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. മുത്തശ്ശിയെ ഈ മുറുക്കാനും ഒക്കെ തിന്ന് പെരക്കകത്ത് കയറിയിരിക്കും. അല്ല എന്റെ കൗസ്തുവനെ ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞില്ലേ? എനിക്ക് നിന്നെ വിശ്വാസം. മുറിക്കാൻ സമ്മതിക്കരുത്. ഈ വസ്തു നിന്റെ പേർക്ക് എഴുതി തരാം. ഈ മരം മുറിക്കാൻ സമ്മതിക്കും. ഓക്കെ, കൂടെ നിന്നോളാം. അതൊക്കെ ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്. എളുപ്പത്തിൽ പണി നടക്കണേ. ഒരു വെട്ടോടുകൂടി ഇനി മരം മുറിയും. ഒരു വട്ടം കൂടി ഒറ്റ വെട്ടോടുകൂടി മരം മുറിയും. ഒറ്റോട്ടോട് മുറിയും. മുറിയുന്ന ഭാഗത്ത് അല്ല ഒന്ന് നോക്കി നോളേ എല്ലാവരും. അപ്പൊ സൂക്ഷിച്ചോളേ. ഇങ്ങോട്ട്. അപ്പൊ ഞാൻ ഒന്ന് പ്രാർത്ഥിച്ച് വെട്ടാൻ പോവാണ്. എന്റെ മരദൈവങ്ങളെ. അലദൈവങ്ങളോ? നിനക്ക് എപ്പോഴും ഇതേ വിചാരമുള്ള മരദൈവങ്ങളെ. മരം മരം മരം. വെട്ട്. അങ്ങനെ പിടിച്ചോ. വീട്ടിൽ ആരും അഡ്ജസ്റ്റ് ചെയ്യല്ലേ. പിടിച്ചോളേ. നിക്ക് നിക്ക് നിക്ക്. പൂക്കോയാ വന്നേ. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? നീ എന്നത്തെ പോലെ തന്നെ നീ ഇവിടെ നിക്കേ. ഇത് പിടിച്ചേ. പിന്നെ നിങ്ങൾ ഇങ്ങനെ പിടിച്ചെന്നോളേ. എനിക്ക് നല്ല ക്ഷീണമുണ്ട്. അപ്പൊ ഞാനും പൂക്കോയും കൂടെ ഒരു ചായ കുടിച്ചു ദാ വരുന്നേ. അല്ല ഞാൻ നീ അവിടെ പൂയും കായും വീഴത്തില്ലെന്ന് പറഞ്ഞിട്ട് എന്റെ പേരയിലോട്ടാണോ മരം വീണത്? ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഈ വീട്ടിൽ വീഴത്തില്ലാന്ന്. ഞാൻ അവിടെ വീടില്ലെന്ന് എഗ്രിമെന്റ് എഴുതി തന്നായിരുന്നു. അല്ല അതിൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. 8 14 നല്ലൊരു തെങ്ങങ്ങ് വെച്ചാൽ മതി. സംഭവം തീർന്നില്ലേ? തെങ്ങ് വെക്കുമ്പോഴേ നല്ല കായ്ഫലമുള്ള ചെന്തങ്ങിന്റെ തൈ തന്നെ വെക്കണേടാ മോനെ. എടുത്തോടെ ഒറ്റപ്പിടി ഒറ്റക്കറ്റ. അമ്മച്ചിയാണോ മോനം കള്ളം പറയത്തില്ല.